ആശങ്കയിലായിരുന്ന ജനതയ്ക്ക് ആശ്വാസമാവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 300 രൂപ വീതം ദിവസേന നൽകുന്ന തുക തുടർന്ന് 9 മാസത്തേക്ക് കൂടി നൽകാൻ സർക്കാർ തീരുമാനമായി. അതോടെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള സർക്കാർ സഹായം തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രഖ്യാപിച്ചതോടെ ഏറെ ആശ്വാസത്തിലാണ് ദുരന്തബാധിതർ. ജീവനോപാധി നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വീതം 9 മാസത്തേക്ക് കൂടി നൽകാൻ സർക്കാർ ഉത്തരവായി. കിടപ്പ് രോഗികളുള്ള കുടുംബത്തിലെ ഒരാൾക്ക് 300 രൂപ വീതം 9 മാസത്തേക്ക് നൽകും. നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞതോടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ഏറെ സന്തോഷത്തിലാണ്. പ്രായമായ ആളുകൾക്ക് 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ തൊഴിലുറപ്പൊക്കെ പോയിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. അവരൊക്കെ ഇപ്പോൾ ജോലിയില്ലാതെ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുകയാണ്. അവരെപ്പോലത്തെ ആളുകൾക്ക് കൂടി വലിയൊരു ആശ്വാസം എന്നുള്ളതിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് എങ്ങനെ നന്ദി പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഗവൺമെൻറ്. ഇനി പറയാനൊന്നും ഇപ്പം പറ്റില്ല, അത്രയും കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളതിൽ തന്നെ ഈ ഒരു 9,000 കൂടി അത് 9 മാസത്തേക്ക് കൂടി നീട്ടി തന്നിട്ടുണ്ട്. വളരെ സന്തോഷമുള്ളവരാണ്. ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനോട് നന്ദിയും കടപ്പാടും ഞങ്ങളിപ്പം ഈ അവസരത്തിൽ പറയാനും കൂടി ഉദ്ദേശിക്കുകയാണ്. ഒരു മാസം 1000 രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള കൂപ്പൺ ജില്ലാ ഭരണകൂടം മുഖേന നൽകിയിട്ടുണ്ട്. മറ്റൊരു ഉപജീവന മാർഗം ലഭ്യമല്ലെന്ന സത്യവാങ്മൂലം ലഭ്യമാക്കിയ ശേഷമായിരിക്കും തുക അനുവദിക്കുക. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതരിൽ പലരും തൊഴിലെടുക്കാൻ പോലും കഴിയാത്തവരാണ്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളുള്ളവരുമുണ്ട്. ഇവർക്കൊക്കെയുള്ള ഏക തണലായിരുന്നു ദിവസേനയുള്ള ഈ 300 രൂപ. ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കും ഒരു വരുമാനം എന്ന ആശ്വാസമായിരുന്നു. ഏപ്രിൽ 7 ഉത്തരവ് പ്രകാരമുള്ള തുക ലഭിക്കുന്നതിന് മറ്റൊരു ഉപജീവന മാർഗം ലഭ്യമല്ലെന്ന സത്യവാങ്മൂലം ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിന് കളക്ടറേറ്റ് റൗണ്ട് കോൺഫറൻസ് ഹാളിൽ വൈത്തിരി തഹസിൽദാർ സൗകര്യമേർപ്പെടുത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഫേസ് 1 ഗുണഭോക്തൃ ലിസ്റ്റിൽപ്പെട്ടവർക്ക് ഏപ്രിൽ 19 രാവിലെ 9:30 മുതൽ 1 മണി വരെയും ഫേസ് 2A 2B ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയും മുൻപ് ആനുകൂല്യം ലഭിച്ചവർക്ക് ഏപ്രിൽ 21 രാവിലെ 9:30 മുതലും സത്യവാങ്മൂലം സമർപ്പിക്കാൻ സൗകര്യമേർപ്പെടുത്തും. കൈരളി ന്യൂസ്, വയനാട്.